ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് 5 മിനിറ്റ് പോലും വേണ്ട, ചോറൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഇതിനുള്ള ചോറ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് സോനാ മസൂരി അരി എടുക്കുന്നുണ്ട്. നമുക്ക് ബാസ്മതി റൈസ് ആണെങ്കിലും ഇതിൽ ഉപയോഗിക്കാം, സോനാ മസൂരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ അരി നമ്മൾ വേവിക്കുന്നത് ഒരു കുക്കറിൻ്റെ അകത്താണ്. ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്ക് കുക്കറിൻ്റെ അകത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ ചോറ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കഴുകിയ അരി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 1 കപ്പ് അരിക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഏത് കപ്പിലാണോ അരി എടുത്തത് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ ചോറിന് വേണ്ടിയ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് എണ്ണ കൂടി, അപ്പോൾ എണ്ണ ചേർത്ത് കൊടുത്താൽ അരി തമ്മിൽ ഒട്ടാതെ കട്ട കെട്ടാതെ നമുക്ക് നല്ല ബിടിബിടിയായിട്ടുള്ള ചോറ് കിട്ടും. അപ്പോൾ ചോറ് വേകുന്ന സമയം കൊണ്ട് ഇതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം 2 സ്പൂണ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണ് കടലപ്പരിപ്പ്, ഇത് കണ്ടോ, ഇത് കടലപ്പരിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമ്മുടെ റൈസിന്. ഇനി ഒരു ലെമൺ, മീഡിയം സൈസിലെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നമ്മുടെ ചോറ് ഞാനിപ്പോൾ 3 വിസിലാണ് അടിച്ചത്. 3 വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത് കണ്ട ചോറ് നല്ല ഒന്നും ഒട്ടാത്ത രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 3-4 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലയും കടലപ്പരിപ്പും പിന്നെ ഉഴുന്ന് പരിപ്പും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം വറന്ന് ഒരു ബ്രൗൺ കളറാവണം. നമുക്ക് കടിക്കുമ്പം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് വറന്ന് വന്നു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഒന്ന് വറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. 2-3 വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ കരിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും എല്ലാം കൂടെ വറുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം നല്ലൊരു സ്മെല്ല് വരും. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആദ്യമേ ഒരു കുറച്ച് ചോറ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ അടി കിടക്കുന്ന പൊടിയൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് സ്ലോയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ചോറെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ലെമൺ ഉണ്ടല്ലോ, ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചായിരുന്നല്ലോ, ആ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ മസാല എല്ലാം അവിടത്തും പറ്റുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല മഞ്ഞ കളറിലുള്ള ചോറ്. സാധാരണ ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇവിടെ കർണാടകയിലൊക്കെ ഇനി ചിത്രാന ലെമൺ റൈസ് എന്നൊക്കെ പറയും. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടുകൂടി കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ബോക്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണാൻ. ടിൽ ദെൻ ബൈ.